വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഇതെന്താ വന്നെന്ന് വെച്ചാല് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? നാരങ്ങ അച്ചാർ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാലും കുഴപ്പമില്ല, നമുക്കത് ഉണ്ടാക്കി നോക്കാം അല്ലേ? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാരങ്ങ കേട്ടോ. ഒടിച്ചോത്തി നാരങ്ങ എന്നാണ് ഇവിടെ പറയാറ്. എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടപ്പോൾ ഒന്ന് അച്ചാറുണ്ടാക്കാൻ തോന്നി. അതെല്ലാം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇനി നമുക്ക് ആവിയിൽ വേവിക്കാം. കുറേ സമയം വെക്കണ്ട കേട്ടോ, 3-4 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുതാക്കി അരിഞ്ഞ നാരങ്ങ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മസാല എടുത്തു വെക്കാം. നേരത്തെ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാട്ടോ. എന്തൊക്കെയാണെന്ന് പറയാം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് കടുകും ഉലുവയും ചേർക്കാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മസാല ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അച്ചാറുണ്ടാക്കുമ്പോൾ കുറച്ച് സീരിയസ് ആയി പോകുന്നുണ്ടോ? ചുമ്മാതാട്ടോ, പറഞ്ഞു വന്നപ്പോൾ ഒന്ന് സീരിയസ് ആയി എന്ന് മാത്രം. അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കടുത്ത് ചേർക്കേണ്ടത് നാരങ്ങയല്ലേ. നാരങ്ങ കുറച്ച് സമയം വേവിക്കുന്നത് നല്ലതാട്ടോ. ചെറുനാരങ്ങ പോലെയല്ല, കുറച്ച് കട്ടിയുള്ളതുപോലെ തോന്നി. അപ്പോൾ കുറച്ച് സമയം വേവിച്ചാൽ അതിലെ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം, മസാല കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി. അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് സുർക്കയും കൂടെ ചേർക്കാം. കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാരങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു പരീക്ഷണം നടത്തിയതാ. പക്ഷേ പരീക്ഷണം വിജയിച്ചു കേട്ടോ. അച്ചാർ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേ ദിവസം തന്നെ 2 കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. കേക്കിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.